Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ലാമ്പിന്റെ ബ്രെയിൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ ജീനു ആണ് അതൊന്ന് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ മുഴുവനായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞെടുക്കാം കേട്ടോ. എത്ര പച്ചമുളക് വേണം ജീനു? ഒരു പച്ചമുളക്. അപ്പൊ ഒരു പച്ചമുളക് മതി കേട്ടോ. പിന്നെ സവാള വലുത് വേണോ? വലിയ സവാളയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ടാക്കിയാണ് മുറിച്ച് കുരുകുരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നൈസായിട്ട്. ഓക്കെ, അപ്പൊ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇങ്ങനെ ഇത് സ്ലൈസ് ചെയ്യാല്ലേ നീ പറ്റിയാണ്? ഇല്ല, ഇത് നമ്മൾ ചെറുതാക്കി കുരുകുരാന്നാക്കി. ഓക്കെ, ഇനി നമ്മൾ ഈ സവാള വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം കേട്ടോ. ഇനി നമ്മളൊരു മൂന്ന് വെളുത്തുള്ളി മതിയോ? മൂന്നെണ്ണം മതി. നല്ല വലിയ വെളുത്തുള്ളിയാണ്. അപ്പൊ ഒരു 3 വലിയ വെളുത്തുള്ളി, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിട്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പൊ ഒരു 3 വെളുത്തുള്ളിയുടെ കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി നമ്മൾ കുരുകുരാന്ന് അങ്ങോട്ട് അരിയുക. ചതക്കണം? അല്ല, അരിയണല്ലേ ഉള്ളൂ. ആദ്യം ഒന്ന് വെറുതെ ഒന്ന് അങ്ങനെ ക്രഷ് ചെയ്തു എന്നിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മള് മറ്റേ ഇടിക്കുരിയിലിട്ട് ചതക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പൊ ഇടിക്കുരിയിലൊന്നും ചതക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കത്തി തന്നെ വെച്ചിട്ടൊന്ന് ചതച്ചിട്ട് ഇതുപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആടിന്റെ ബ്രെയിൻ കേട്ടോ. ഇത് എത്ര? ഒരു ബ്രെയിൻ ആണോ ഇതിനും? ഇത് എത്ര നമുക്ക് വലിയ പിടി ഇല്ല. അപ്പൊ 5-6 ബ്രെയിൻ ഉണ്ടെന്ന് തോന്നണം. 5 ബ്രെയിൻ കൂട്ടിക്കോ, എന്നാലും കുഴപ്പമില്ല. 6 ബ്രെയിൻ ഉണ്ട് നമുക്ക്. അപ്പൊ 6 ബ്രെയിൻ ഒരു 3 മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. 6 ബ്രെയിൻ ഒരു 3 മുട്ട നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കഴുകിയെടുക്കാം. വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. ഇനി നമ്മളതൊന്ന് കഴുകാൻ വേണം. ജസ്റ്റ് ഒരു ഒറ്റ തവണ കഴുകിയെടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് ഇനി അരിയണോ ചെയ്യുന്നു? ഇത് അരിയേണ്ട ആവശ്യമില്ല. അത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ ആ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയി വരും. ഓക്കെ, അപ്പൊ അത് അരിയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുളിയിൽ തന്നെ വേവിച്ചെടുക്കാം. സമയത്ത് തന്നെ ഇത് കണ്ട അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അത് വിട്ടുപോരാണ്. ശരിക്കും ഇതിന് അധികം വേവേ ഇല്ല. ശരിക്കും മുട്ട വളർത്തുന്ന മുട്ടയുടെ ഒരു വേവ് മാത്രമേ ഉള്ളൂ. അടുത്തത് ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഒന്ന് വേവിച്ചെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തുടങ്ങാം. പിന്നെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണ്ടോ. നമ്മുടെ സവാള ഒന്ന് വഴറ്റാൻ വേണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള സവാള ഇടണതിന് ആദ്യം നമുക്ക് വേപ്പിലയും പച്ചമുളകും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പച്ചമുളകും വേപ്പിലയും കൂടി ഒന്ന് വാട്ടാൻ പോവാണ്. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ഓക്കെ, ആദ്യം നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പച്ചമുളക് ഇട്ടു കേട്ടോ. ഒരു പച്ചമുളകേ ഉള്ളൂ. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ കൂടുതൽ ഭയങ്കര എരിവായിരിക്കും. ഒരു മുളക് മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മുളകിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ വേപ്പിലയും കൂടി ഇടണം അല്ലേ? വേപ്പില
അടുത്ത് വേപ്പിലിട്ട് കൊടുത്തേക്കാം കേട്ടോ നമ്മള്. നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനിയപ്പോൾ നമ്മൾ ആ അരിഞ്ഞു വെച്ച ഒരു സവാള അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാൻ പോകാം കേട്ടോ. നമുക്ക് സവാളയുടെ കൂടെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരല്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് സവാള വെന്ത് കിട്ടും. സവാള നമ്മളൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഇതൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി അളവായി മാറും. അതുകൊണ്ടാണ് നമ്മൾ ആ വലിയ സവാള തന്നെ എടുത്തത്. അപ്പോൾ ഒന്ന് ഗോൾഡൻ ആവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറുള്ളി ഉണ്ടെങ്കിൽ പകുതി ചെറുള്ളിയും പകുതി നമുക്ക് സവാളയും കൂടി ആഡ് ചെയ്യാന്നുള്ളേ. അതാ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ചെറുള്ളി ഉണ്ടെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചെറുള്ളി മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ സവാള തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ. ഉണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ പകുതി അളവായി മാറി. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണത്. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകിയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ ചേർത്തുള്ളൂ. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ജീരകം, നല്ല ജീരകം പൊടിച്ചതാണ്. നല്ല ഒരു സ്മെല്ലുണ്ടാവും. ഒരല്പം ജീരകം കേട്ടോ. നല്ല ജീരകം പൊടിച്ചതാണ്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ബ്രെയിൻ ഇതിനകത്തേക്ക് ഇടാം. നമുക്ക് തേങ്ങ ചിരകിയതാണ്. ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെയിൻ കഴുകി വാരി വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇടാം. ഇനിയപ്പോൾ നമ്മൾ ബ്രെയിൻ ഇട്ടു കേട്ടോ. നമ്മൾ ആ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവണേക്കാളും മുമ്പ് തന്നെ നമ്മൾ ബ്രെയിൻ ഇട്ടിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. മുട്ട ചിക്കി പൊരിക്കണ പോലെ തന്നെയുണ്ട്. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞിട്ടാണോ മുട്ട? ഇത് വെന്ത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് മുട്ട കൊത്തി പൊരിച്ച് ഇതിനകത്തേക്ക് ചേർക്കും. ഓക്കെ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ശരിക്കും അത് അതിനോട് യോജിച്ചു. ഇപ്പൊ എല്ലാം ഉടഞ്ഞ് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് മസാലയുടെ കൂടെ. നന്നായിട്ട് മൊരിയണ വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട പൊരിയണ വരെ അതുപോലെ തന്നെ എടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് ഫ്രഷ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതാണ് കേട്ടോ. ഫ്രഷ് നല്ലൊരു പണിയാണോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല അടിയില് കട്ട പിടിച്ച് അടിയിൽ ഒട്ടി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിന്റെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഉരുളിയിൽ ഉരുളി പെട്ടെന്ന് ചൂടാവില്ല. അത് കാരണം കൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇത് കക്കർച്ചിയുടെ ഒക്കെ ഒരു മണം പോലെ വന്നിട്ടുണ്ടല്ലോ. ചെറുതായിട്ട് ഒരു കക്കർച്ചിയുടെ മണമൊക്കെ വരുന്നുണ്ട്. അതാ കുരുമുളക് പൊടി ഇട്ടുകൊണ്ടായിരിക്കും. കൈയൊക്കെ അഴച്ചു തുടങ്ങി.
നമ്മൾ തലച്ചോറ് വേവിച്ചത് ആ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട കുത്തിപ്പൊരിക്കാം. തലച്ചോറ് ഇപ്പം അത്യാവശ്യം വെന്തുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരല്പം ഓയിൽ ആ സെയിം ഉരുളിയിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ആ 3 മുട്ട ഒന്ന് കുത്തിപ്പൊരിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയല്ലേ, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെയിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ഇനി അവസാനം നമുക്ക് കുറച്ച് നല്ല കുരുമുളക് പൊടി ക്രഷ് ചെയ്തിടാം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് സ്മെല്ലാണ് കൂടുതൽ ഫ്രണ്ടിൽ മുമ്പിൽ നിൽക്കേണ്ടത്. പിന്നെ ഒരു പിടി വേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഓൾ സെറ്റ്. അങ്ങനെ നമ്മുടെ തലച്ചോറ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ തലച്ചോറ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ജീനോനോട് നമുക്ക് അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റ് ആണ്. നമുക്ക് അത് തലച്ചോറ് ഫ്രൈ ആണെന്ന് പോലും നമ്മളിപ്പോ അതിന്റെ ഒരു ടേസ്റ്റ് പോലില്ല. നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഇതുകൂടിയുള്ള മിക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. നല്ല കുരുമുളകിന്റെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.